ഇന്ന് ഞങ്ങളൊരു കർക്കിടകക്കഞ്ഞി ആട്ടോ വെക്കാൻ പോകുന്നത്. കർക്കിടകക്കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തേക്കുന്നത് 1 ഗ്ലാസ് ഉണക്കലരി, 1/2 ഗ്ലാസ് ചെറുപയർ, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ജീരകം, തേങ്ങ അരച്ചത്. അപ്പോൾ ഇത് നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. എല്ലാം നേരത്തെ തന്നെ കഴുകിയായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് കുക്കറിലേക്ക് ഇടാം. ഈ 4 സാധനങ്ങളാട്ടോ നമ്മളിപ്പോൾ കുക്കറിനകത്ത് ഇടുന്നുള്ളൂ. ഇതിനാവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇച്ചിരി കൂടുതൽ വെള്ളം വേണം. ഉണക്കലരി ആയതുകൊണ്ട് ഇച്ചിരി കൂടുതൽ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുക്കർ അടയ്ക്കാം. നമുക്ക് സ്റ്റൗ കത്തിച്ച് വെക്കാം. ഞാൻ ഇതിനകത്ത് അങ്ങാടി മരുന്ന് ചേർത്തിട്ടില്ല കേട്ടോ. ചെറിയൊരു കയ്പ്പ് വരും. അപ്പോൾ കുട്ടികൾക്ക് അത് കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അത് ചേർക്കാത്തത്. അപ്പം നമുക്ക് നമ്മുടെ കുക്കറൊന്ന് തുറക്കാം കേട്ടോ. 5 ബിസിലാട്ടോ അടിച്ചത്. കുക്കറൊന്ന് നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് കേട്ടോ. നമുക്കിനിയിപ്പോൾ തേങ്ങ അരച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. തിളക്കട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കർക്കിടകക്കഞ്ഞി അങ്ങനെ റെഡിയായി. അപ്പോൾ നമ്മുടെ കർക്കിടകക്കഞ്ഞി റെഡിയായി. ഇതാട്ടോ നമ്മുടെ കർക്കിടകക്കഞ്ഞി. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.